ഈ $50 കാർഡും വാങ്ങി പോകുന്നത് ദേ ഈ പോകുന്ന ആടെ കൂട്ടുകാരുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. വല്ലപ്പോഴും ഒക്കെ അല്ലേ ഇതുപോലെ ബർത്ത്ഡേ വരത്തുള്ളൂ. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയം അവർ എൻജോയ് ചെയ്തോട്ടെ. അപ്പം ആ ആളെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും തന്നെ വിഷമമാകും. അവർ വീട്ടിൽ ഭയങ്കര സാഡായിട്ടിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ എല്ലാവരെയും കൂടെ കൂട്ടി എല്ലാവർക്കും പേ ചെയ്ത് അകത്ത് കയറ്റി. ഇതൊരു വലിയ ചിലവ് തന്നെ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഫുഡുണ്ട്. അവർക്ക് വിശക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. വിളിക്കാത്ത ആൾക്കാരെ കൊണ്ടുപോയിട്ട് വിളിക്കാത്ത സ്ഥലത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നത് മോശമായതുകൊണ്ട് ഞാൻ ഫുഡെല്ലാം വാങ്ങിച്ചു കൊടുത്തു അവർക്ക്. പിന്നെ ആ വിളിച്ച ആൾ മാത്രം അകത്ത് പോയി. മങ്കി വന്നു ഫുഡ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. മങ്കി വന്ന് എല്ലാവർക്കും സന്തോഷമായി. എല്ലാവർക്കും ഷേക്കാനും കൈയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നൊരു ചേച്ചി കേക്കൊക്കെ കട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി. അപ്പനും അമ്മയൊക്കെ മാറി ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട്. പിന്നെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. വീണ്ടും കുറേ കളിക്കാനൊക്കെ പോയി. സത്യം പറഞ്ഞാൽ അവർക്ക് തന്നെ ഒരു എൻജോയ്മെൻ്റ് ആണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അടുത്ത വട്ടം പിള്ളേരുടെ ബർത്ത്ഡേ ഇവിടെ വെച്ച് ആഘോഷിക്കണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹാപ്പിയായിട്ട് വീട്ടിൽ പോയി.